ചെറിയ പാത്രങ്ങൾ വഹിക്കാനോ ഭൂമിയിൽ നിരീക്ഷണം നടത്താനോ കഴിവുള്ള ബൃഹത്തായ നൂതനമായ ബഹിരാകാശ പേടകങ്ങളായി ചിത്രീകരിക്കപ്പെടുന്ന അന്യഗ്രഹ മദർഷിപ്പുകൾ UFO ഐതിഹ്യത്തിന്റെ മൂലക്കല്ലായി മാറിയിരിക്കുന്നു. സാക്ഷികളുടെ വിവരണങ്ങളും തരംതിരിക്കപ്പെട്ട സർക്കാർ രേഖകളും വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങളും അവരുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ആക്കം കൂട്ടി. ഈ മദർഷിപ്പുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നുവെന്നും മനുഷ്യരാശിയെ നിരീക്ഷിക്കുന്നതിനോ അന്യഗ്രഹ ജീവികളുടെ സന്ദർശനം സുഗമമാക്കുന്നതിനോ ആണ് എന്ന് ചിലർ അവകാശപ്പെടുന്നു. 2004 USS നിമിറ്റ് UFO സംഭവം പോലുള്ള റിപ്പോർട്ടുകൾ പൈലറ്റുമാർക്ക് ടിക്-ടാക് ആകൃതിയിലുള്ള കരകൗശല വസ്തുക്കൾ നൂതനമായ കുസൃതികൾ പ്രദർശിപ്പിച്ചിരുന്നു. ഈ ചെറിയ കരകൗശല വസ്തുക്കൾ പലതും കാണാത്തതുമായ മദർഷിപ്പുകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് സിദ്ധാന്തിക്കാൻ ചിലരെ പ്രേരിപ്പിച്ചു. ശാസ്ത്രീയമായ തെളിവുകൾ അവ്യക്തമായി തുടരുമ്പോൾ ഈ ആശയം പോപ്പ് സംസ്കാരത്തിലും ഊഹാപോഹ ചർച്ചകളിലും നിലനിൽക്കുന്നു. അന്യഗ്രഹ മദർഷിപ്പുകൾ സംബന്ധിച്ച് സർക്കാർ മൂടിവയ്ക്കൽ എന്നീ അവകാശവാദങ്ങൾ പലപ്പോഴും 1947 റോസൽ പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സമീപകാലത്തെ വിസൽ ബ്ലോവർ സാക്ഷ്യങ്ങൾ ഉദ്ധരിക്കുന്നു. പൊതുപരിഭ്രാന്തി ഒഴിവാക്കുന്നതിനോ അന്യഗ്രഹ സാങ്കേതികവിദ്യയെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നതിനോ വേണ്ടി സർക്കാരുകൾ പ്രത്യേകിച്ച് തെളിവുകൾ അടിച്ചമർത്തുകയാണെന്ന് വിമർശകർ വാദിക്കുന്നു. പ്രോജക്ട് ബ്ലൂ ബുക്ക് പോലുള്ള തരംതിരിച്ച പദ്ധതികളും മുൻ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രസ്താവനകളും ഈ സിദ്ധാന്തങ്ങൾക്ക് വിശ്വാസം നൽകുന്നു. പെൻഗിന്റെ സമീപകാല UFO വെളിപ്പെടുത്തലുകൾ പോലെയുള്ള സുതാര്യത വർദ്ധിക്കുന്നുണ്ടെങ്കിലും പ്രധാന വിശദാംശങ്ങൾ മറച്ചുവെച്ചതായി സംശയിക്കുന്നവർ വിശ്വസിക്കുന്നു. ഈ നിലനിൽക്കുന്ന നിഗൂഢത വികസിത അന്യഗ്രഹ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഭയങ്ങളെ സ്ഥാപനപരമായ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അവിശ്വാസമായി ഇഴചേർന്ന് സത്യത്തെ കയ്യെത്താത്ത വിധത്തിൽ ഉപേക്ഷിക്കുന്നു.